കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കഷ്ടാനുഭവാഴ്ച തിങ്കളാഴ്ച സന്ധ്യയുടെ സദറായിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആദം കൽപ്പന ലംഘനത്താൽ അടച്ചു കളഞ്ഞ വാതിൽ ഞങ്ങൾക്കായി തുറന്നു നൽകിയ വിശുദ്ധവും രക്ഷാകരവുമായ കഷ്ടാനുഭവമേ സമാധാനത്താൽ വരിക. നമ്മുടെ മുമ്പിൽ പല രീതിയിൽ വാതിലുകൾ അടയ്ക്കപ്പെട്ടേക്കാം. പ്രതീക്ഷകളില്ലാതിരിക്കുന്ന മനുഷ്യജീവിതത്തിലേക്ക് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു നൽകുവാൻ തക്കവണ്ണം നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ദിനങ്ങളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുപോയ മനുഷ്യർക്ക് പ്രതീക്ഷയുടെ വാതിൽ തുറന്നു നൽകുന്നതാണ് ക്രിസ്തു സാന്നിധ്യം. യോസഫ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഒരു പ്രതീക്ഷയും യോസഫിനില്ലായിരുന്നു. പക്ഷേ പുറത്തേക്കെത്തിക്കാം എന്ന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്ന പലരും, പാനപാത്രവാഹകരുടെ പ്രമാണി ഉൾപ്പെടെ പലരും അവനെ മറന്നു കളഞ്ഞുവെങ്കിലും മറക്കാത്ത ഒരു ദൈവം ഉണ്ടെന്ന് പിന്നീടുള്ള യോസഫിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ വാതിലുകൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോയേക്കാം. പക്ഷേ സ്വർഗത്തിൻ്റെ വാതിൽ അടയ്ക്കപ്പെടാതിരിക്കുവാൻ, അത് തുറന്നു കിട്ടുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുകയും ഉത്സാഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കഷ്ടാനുഭവാഴ്ച തിങ്കളാഴ്ച രാത്രിയുടെ 4-ാം കൗമയിൽ ഇപ്രകാരം വായിക്കുന്നു: ബുദ്ധിയുള്ള 5 കന്യകമാർക്ക് മണറുടെ വാതിൽ തുറന്നു കൊടുത്ത യേശുനാഥ, ഞങ്ങൾക്കും സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു നൽകണമേ. നമുക്ക് അതിനായിട്ട് ഉത്സാഹിക്കാം, പ്രാർത്ഥിക്കാം, അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുചേരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.